ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു യൂട്യൂബ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധ്യാപകരെ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ആരംഭിക്കുകയാണ്. വേറൊന്നും അല്ലടാ, നമ്മുടെ കേട്ടറ്റ് പരീക്ഷയെ സംബന്ധിച്ചിട്ടാണ്. അധ്യാപകരാകാൻ കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നവർ, അധ്യാപക പരിശീലന കോഴ്സുകളായിട്ടുള്ള BEdോ DLEdോ ഒക്കെ പഠിക്കുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആദ്യം കടക്കേണ്ടുന്ന ഒരു കടമ്പയാണ് എന്തെന്ന് പറയുന്നത്, കേട്ടറ്റ് എന്ന് പറയുന്നത്. ജനുവരിയിൽ ഒരു കേട്ടറ്റ് പരീക്ഷ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത കേട്ടറ്റ് പരീക്ഷാ കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓരോരുത്തരും. അടുത്ത കേട്ടറ്റിന്, ജൂണിലെ കേട്ടറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തണം, ആദ്യമായിട്ട് ഒരു കേട്ടറ്റ് പരീക്ഷ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഒരാൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, ഇനി തുടക്കക്കാരാണെങ്കിലും മുൻപ് എഴുതിയിട്ടുള്ളവരാണെങ്കിലും കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷയെ സംബന്ധിച്ച് എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, അതൊക്കെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റ് പരീക്ഷയെ പറ്റി തുടക്കക്കാരൻ അല്ലെങ്കിൽ ആദ്യമായി എഴുതുന്ന ഒരാൾ അല്ലെങ്കിൽ എഴുതി തഴക്കം വന്ന ഒരാൾ അറിയേണ്ടത്, ഏതൊരാളും അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്ന ഏതൊരാളും അറിയേണ്ട കുറെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുതകളുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാതൊക്കെ അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഈ കേട്ടറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കേട്ടറ്റ്, അതിന്റെ എക്സ്പാൻഷൻ നമുക്കറിയാം, കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണെന്ന് നമുക്കറിയാം. ആരാ അത് നടത്തുന്നത്? നമ്മുടെ പരീക്ഷാ ഭവനാണ് അല്ലെ. പരീക്ഷാ ഭവന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു അധ്യാപക യോഗ്യതാ പരീക്ഷയാണ്, ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ BEdോ DLEdോ പോലുള്ള കോഴ്സുകൾ, നമ്മുടെ പരിശീലന കോഴ്സ് പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ എന്ത് ചെയ്യണം, ടീച്ചറായിട്ട് കയറണം അല്ലെ. ഒരു ഗവൺമെന്റ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, അധ്യാപകരായിട്ട് ജോലിയിൽ പ്രവേശിക്കണം. അപ്പോൾ ഒന്നുകിൽ PSC എഴുതണം, അല്ലെങ്കിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് കയറണം. ഈ രണ്ട് കാര്യങ്ങൾക്കും നമുക്ക് എന്ത് വേണം, നമ്മൾ ടീച്ചിങ് എലിജിബിലിറ്റി ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. അപ്പൊ കേട്ടറ്റ് മുതൽ CTET ആയിക്കോട്ടെ, നെറ്റ്, സെറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടെറ്റ് എക്സാമുകൾ അല്ലെ, നമ്മൾ അങ്ങനെയാ പറയുന്നത്, എലിജിബിലിറ്റി ടെസ്റ്റുകൾ, അതായത് ടെറ്റ് എക്സാമുകൾ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടറ്റ്. കൂടുതൽ പേര് എഴുതുന്നതും അതുപോലെ തന്നെ ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്യുന്ന, വർഷം ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പരീക്ഷയാണ് കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്. അപ്പൊ അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നടത്തുന്നത് ഏത് അതോറിറ്റിയാണ്? നമ്മുടെ പരീക്ഷാ ഭവനാണ് ഇത് നടത്തുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മളൊരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്തിനു നടത്തുന്നു, ആര് നടത്തുന്നു, സിലബസ് എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ വശങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അല്ലാതെ എല്ലാവരും കേട്ടറ്റ് എഴുതുന്നു, ഞാൻ BEdന് പോയി അല്ലെങ്കിൽ ഞാൻ DLEdന് പോയി അതുകൊണ്ട് ഞാൻ കേട്ടറ്റ് എഴുതുന്നു, ആ ഒരു രീതി നമുക്ക് വരാനായിട്ട് പാടില്ല. എന്താണെന്നുള്ളത് എല്ലാം മുക്കുമൂലയും അടക്കം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാടാ. കേട്ടറ്റ് എന്ന് പറയുന്നത് എന്താണ്? കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. ഇനി എന്ന് മുതലാണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേട്ടറ്റ് വരുന്നത് നമുക്ക് നോക്കാം. 2009 ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു നിയമം വന്നു. ഏതായിരുന്നു? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്നായിരുന്നു? 2009 കേട്ടോ. 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നു. ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നപ്പോൾ അതിനകത്ത് വന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു സജഷൻ, ഒരു നിർദ്ദേശമായിരുന്നു, സ്കൂളുകളിലെ, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ നാടുകളിലെയും സ്കൂളുകളിലെ അധ്യാപക നിയമനം സംബന്ധിച്ചിട്ട്. അധ്യാപക നിയമനം എന്ന് പറയുന്നത് എന്താ? അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളതിൽ കവിഞ്ഞ് അവർക്കുള്ള അഭിരുചി അല്ലെ, ആ ഒരു അധ്യാപന രംഗത്തോട് അവർക്കുള്ള അഭിരുചി, അവരുടെ കമ്മിറ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടാവണം എന്നൊരു നിർദ്ദേശം 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ പറയുകയുണ്ടായി. അതനുസരിച്ചാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് CTET പരീക്ഷ, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളുമായിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു പരീക്ഷ ആസൂത്രണം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2009 RTE ആക്ട് പ്രകാരമാണ് CTET പരീക്ഷ വരുന്നത്. അത് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് ആയിരുന്നു, സെൻട്രൽ ഗവൺമെന്റ് നടത്തിയതായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്തു? CTETന്റെ അതേ മാതൃകയിൽ അല്ലെങ്കിൽ അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളും എന്ത് ചെയ്തു? അതത് സംസ്ഥാനങ്ങളിലെ അധ്യാപക നിയമനത്തിന് വേണ്ടിയിട്ട് ഒരു യോഗ്യതാ പരീക്ഷ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ പുറത്ത് ഓരോ സംസ്ഥാനങ്ങളിലും എന്ത് വന്നു? എലിജിബിലിറ്റി ടെസ്റ്റുകൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങി. പ്രൈമറി തലം മുതൽ ഹൈസ്കൂൾ വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരും അവരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ഈ പരീക്ഷകളിലൊക്കെ നിലനിന്നിരുന്നത്. അപ്പൊ അത്തരത്തിൽ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ കേട്ടറ്റ് പരീക്ഷാ ഭവൻ നടത്താൻ ആരംഭിച്ചത്. സമാനമായ രീതിയിൽ തമിഴ്നാടൊക്കെ TTET പോലുള്ള പരീക്ഷകൾ, തമിഴ്നാട് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പോലുള്ള പരീക്ഷകളൊക്കെ നടത്താറുണ്ട്. അപ്പോൾ
2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേട്ടറ്റ് പരീക്ഷ ആരംഭിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് മിക്കപ്പോഴും നമുക്ക് പരീക്ഷകൾക്ക് ചോദിക്കുന്നതാണ്. ഒരു അധ്യാപകനാവാൻ തയ്യാറെടുക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടതാണ് വിദ്യാഭ്യാസവുമായിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള നിയമങ്ങൾ, സുപ്രധാനമായിട്ടുള്ള നിയമങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ 2009 അത് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് അധ്യാപക നിയമനം, അല്ലെ? കുട്ടികളുടെ പഠനം മാത്രമല്ല, അധ്യാപക നിയമനവും ചില മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കണം എന്നൊരു രീതി വന്നത്. അപ്പൊ 2009 മുതൽ ഇങ്ങോട്ട് കേട്ടറ്റ് നടത്തിയപ്പോഴത്തേക്കും അതിന് മുൻപുള്ളവർക്ക് എന്തില്ല, ചിലപ്പോൾ കേട്ടറ്റ് പരീക്ഷ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലല്ലേ. അപ്പൊ കേട്ടറ്റ് പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 2009 മുൻപ് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്കൊക്കെ ഇപ്പോ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ സർവീസിൽ ഇരിക്കുന്നവർ, അല്ലെ? സർവീസിലുള്ളവർക്ക് വേണ്ടിയിട്ട് കേട്ടറ്റ് പരീക്ഷകൾ ഇപ്പൊ നടത്താറുണ്ട്. ഈ വരുന്ന മെയ്യില് സർവീസിലുള്ളവർക്ക് വേണ്ടി അടുത്ത കേട്ടറ്റ് പരീക്ഷ നടക്കാൻ പോവുകയാണെന്നുള്ള അറിയിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, കേരളത്തില് ഒരു സ്കൂളില്, അത് എയ്ഡഡ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു സ്കൂളില് അധ്യാപകരായിട്ട് പ്രൈമറി തലം മുതൽ ഹൈസ്കൂൾ തലം വരെ ഏത് ക്ലാസ്സിലും പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം, നമുക്ക് കേട്ടറ്റ് പരീക്ഷ പാസ്സായിരിക്കണം. ഇനി ഹയർ സെക്കൻഡറിയിലോട്ട് വരികയാണെങ്കിൽ അത് സെറ്റിലേക്കും, കോളേജ് തലത്തിലാവുമ്പോൾ അത് നെറ്റിലേക്കും മാറുമെന്ന് നമുക്കറിയാം. അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പരീക്ഷാ ഭവൻ നടത്തുന്ന കേട്ടറ്റ് പരീക്ഷയെ കുറിച്ച് മാത്രമാണ്. അപ്പൊ കേട്ടറ്റ് പരീക്ഷ ഉണ്ടായി തുടങ്ങിയത് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ പിൻബലത്തിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അടുത്ത കാര്യം ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്, കേട്ടറ്റ് പരീക്ഷ 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത്. എത്ര കാറ്റഗറിയാണ്? 4 കാറ്റഗറികളിലായിട്ടാണ് ഈ കേട്ടറ്റ് പരീക്ഷയെ നടത്താറുള്ളത്. എന്തൊക്കെയാണ് ആ 4 കാറ്റഗറി? കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4, 4 കാറ്റഗറികളിലായിട്ടാണ് ഈ പരീക്ഷ നടത്തുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഈ കാറ്റഗറികളിൽ എഴുതുന്നത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് പരീക്ഷ എഴുതാൻ പറ്റുന്നത്, എന്താണ് അതുകൊണ്ടുണ്ടാകുന്ന മെച്ചം? കേട്ടറ്റ് മുഴുവനായിട്ടും നമുക്കറിയാം എന്താണ്, ലോവർ പ്രൈമറി മുതൽ, അതല്ലേ, നമ്മൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ, ലോവർ പ്രൈമറി ക്ലാസ്സുകൾ മുതൽ ഹൈസ്കൂൾ തരം വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതാ പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ. അപ്പോൾ ഈ 4 കാറ്റഗറികളായിട്ട് നമ്മൾ അതിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കാറ്റഗറി 1 ആടാ. കാറ്റഗറി 1 LP ക്ലാസ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്, ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ 12th കഴിഞ്ഞ് +2 കഴിഞ്ഞ് DLED, അതായത് പണ്ടത്തെ TTC, അല്ലെ, ഇന്നത്തെ ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ, DLED എന്ന് പറയും. അപ്പൊ DLED +2ഉം DLEDും കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെഴുതാം? കാറ്റഗറി 1 എഴുതാം. ഇനി ചിലപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും DLEDന് പോയത്, എന്നാലും നിങ്ങൾക്ക് എന്തെഴുതാം? DLED ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് 1 പരീക്ഷ എഴുതാം. അത് ഏത് ക്ലാസ്സുകളിലേക്കാണ്? LP ക്ലാസ്സുകളാണ് കേട്ടോ. 1 മുതൽ 4 വരെയുള്ള LP ക്ലാസ്സുകളിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടറ്റ് 1 പരീക്ഷ നമ്മൾ നടത്തുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് കേട്ടറ്റ് കാറ്റഗറി 2 ആണ്. കേട്ടറ്റ് 2 എന്ന് പറയുമ്പോഴേക്കും അത് UP ക്ലാസ്സസിലേക്കാണ്. ഈ UP ക്ലാസ്സസിലേക്ക് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഒന്നുകിൽ നിങ്ങൾക്ക് BEd സബ്ജക്റ്റിലുള്ള ഡിഗ്രി, BEd ഒക്കെ ഉണ്ടാവണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയും DLEDും ഉണ്ടാകണം. എന്നാൽ മാത്രമേ കാറ്റഗറി 2ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, കാറ്റഗറി 2 എന്ന് പറയുന്നത് UP ക്ലാസ്സസ് ആണ്. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ് കാറ്റഗറി 2നെ നമ്മൾ പരിഗണിക്കുന്നത്. അടുത്തതാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ അത് എവിടേക്ക് എത്തും? ഹൈസ്കൂൾ ക്ലാസ്, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കറന്റ്ലി കേട്ടറ്റ് കാറ്റഗറി 3 പരീക്ഷ നടത്തി വരാറുള്ളത്. അവിടെ എന്ത് വരും? ഓരോ സബ്ജക്റ്റുകൾ തിരിക്കും, അല്ലെ? ഇപ്പൊ മലയാളത്തിന് വേണ്ടി, അല്ലെ ഇംഗ്ലീഷിന് വേണ്ടി, മാത്സിന് വേണ്ടി, സോഷ്യൽ സയൻസിന് വേണ്ടി, ഇങ്ങനെ സബ്ജക്റ്റുകൾ തിരിച്ചായിരിക്കും പരീക്ഷകൾ നടത്താറുള്ളത്. നമുക്ക് അത് എഴുതണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും BEdും നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഓക്കെ, ഇനി അടുത്തത് കേട്ടറ്റ് കാറ്റഗറി 4 ആണ്. ഈ കാറ്റഗറി 4ൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലാംഗ്വേജ് ടീച്ചേഴ്സിനെയാണ് ആവശ്യം. പ്രധാനമായിട്ടും ഹിന്ദി, അതേപോലെ ഉറുദു, സംസ്കൃതം, അതേപോലെ തന്നെ അറബിക്, അതുപോലെ ആർട്ട്, ക്രാഫ്റ്റ്, സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലൊക്കെയാണ്, ഭാഷാ വിഷയങ്ങളിലും മറ്റ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയി വരുന്ന ചില വിഷയങ്ങൾ, നമുക്ക് അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞ് പാഠ്യപദ്ധതിയിൽ നിർദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ആർട്ട് ആൻഡ് സ്പോർട്സ് ആയിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, പ്രവൃത്തി പരിചയം, കല, ആരോഗ്യം എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇപ്പൊ പഠിക്കാനുണ്ടല്ലോ. നമുക്ക് പണ്ട് മുതലേ ഉണ്ട്
ഇപ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്കും അതേപോലെ പ്രിഫേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്, പരീക്ഷകളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടറ്റ് കാറ്റഗറി 4 നടത്തുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി 1 എന്ന് പറയുന്നത് LP ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, കാറ്റഗറി 2 എന്ന് പറയുന്നത് UP ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, 3 എന്ന് പറയുമ്പോൾ അത് ഹൈസ്കൂൾ തലത്തിലേക്കും, 4 എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് അധ്യാപകരാണ്, അതിന്റെ കൂടെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, സ്പോർട്സ് മുതലായവ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ആ യോഗ്യത അവർ നേടിയിരിക്കണം. അപ്പൊ ഈ 4 കാറ്റഗറികളിലായിട്ടാണ് നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ആണല്ലോ. അപ്പൊ എന്തൊക്കെയാണ് കേട്ടറ്റിന്റെ 4 കാറ്റഗറി, എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് എഴുതുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാറ്റഗറി 1 പരീക്ഷ നമുക്ക് എഴുതണമെങ്കിൽ നമ്മൾ DLED എന്ന് പറയുന്ന ആ കോഴ്സ് തന്നെ ചെയ്തിരിക്കണം. ഡിപ്ലോമ ഇൻ എലമെന്ററി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ, BEd അല്ല. DLED നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം LP ക്ലാസ്സുകളിലേക്കാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി കേട്ടറ്റ് പരീക്ഷയിൽ നിന്ന് ചിലരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും കേട്ടറ്റ് പരീക്ഷ നിർബന്ധമായിട്ടും എഴുതിയിരിക്കേണ്ടതാണോ? ഇല്ല, നമ്മൾ ചിലരെയൊക്കെ കേട്ടറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ CTET പരീക്ഷ അല്ലെ, നമ്മുടെ CTET പരീക്ഷ, അതായത് സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് അല്ലെ. ഈ CTET പരീക്ഷ 2 ഭാഗങ്ങളാണ്, 2 കാറ്റഗറികൾ അതിനുമുണ്ട്. CTET പ്രൈമറിയും ഉണ്ട്, CTET എലമെന്ററിയും ഉണ്ട്. ഇതിൽ CTET പ്രൈമറി നിങ്ങൾ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് 1 നിന്ന് നിങ്ങളെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. CTET പ്രൈമറി പാസ്സായ ഒരാള് കേട്ടറ്റ് 1 എഴുതേണ്ട ആവശ്യമില്ല. അതേപോലെ CTET എലമെന്ററി ആണ് നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിൽ കേട്ടറ്റ് 2ന്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. ഓക്കെ, അപ്പൊ കേട്ടറ്റ് 1 ആർക്ക് വേണ്ട? CTET പ്രൈമറി പാസ്സായിട്ടുള്ള ഒരാൾക്കും കേട്ടറ്റ് 2 CTET എലമെന്ററി പാസ്സായിട്ടുള്ള ഒരാൾക്കും ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നെറ്റ്, സെറ്റ്, MPhil, അതുപോലെ തന്നെ PhD അല്ലെങ്കിൽ MEd തുടങ്ങിയിട്ടുള്ള ഉയർന്ന യോഗ്യതകൾ ഉള്ളവർക്ക് കേട്ടറ്റ് 1 മുതൽ 4 വരെയുള്ള എല്ലാ കാറ്റഗറികളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, കേട്ടറ്റ് 1 മുതൽ 4 വരെയുള്ള ഒരു കാറ്റഗറിയും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. എന്താണ്? നെറ്റ്, സെറ്റ്, MPhil, PhD, MEd ഇതുപോലുള്ള യോഗ്യതകൾ ഉള്ളവർക്ക് കേട്ടറ്റ് 1 മുതൽ 4 വരെ എന്ത് വേണ്ട? എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ കേട്ടറ്റ് പരീക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാനാകും. നിങ്ങൾക്ക് ഈ ഉള്ള യോഗ്യത വെച്ചിട്ട് എന്ത് ചെയ്യാം? പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുകയോ ജോലികൾക്ക് ശ്രമിക്കുകയോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ കേട്ടറ്റിന്റെ യോഗ്യത എന്താണ്, ആരെയൊക്കെ അതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്തതാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. കേട്ടറ്റ് 1, ഓക്കെ, നമുക്ക് കേട്ടറ്റ് 3 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? കേട്ടറ്റ് 2ന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ കേട്ടറ്റ് 2നും 3ക്കും അപ്ലൈ ചെയ്തു, നിങ്ങൾക്ക് 3 ആണ് ക്വാളിഫൈഡ് ആയതെന്ന് വിചാരിക്കുക. കേട്ടറ്റ് 3 നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേട്ടറ്റ് 2 എഴുതേണ്ട ആവശ്യം ഇല്ല, ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടറ്റ് 1ഉം 2ഉം ഇല്ലേ, 1 എന്ന് പറയുമ്പോൾ LP ക്ലാസ് ആണ്, 2 എന്ന് പറയുമ്പോൾ UP ക്ലാസ് ആണ്. അപ്പൊ കേട്ടറ്റ് 1ഉം 2ഉം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെ LPയിലേക്കും UPയിലേക്കും പരിഗണിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ +2ഉം DLEDും കേട്ടറ്റ് 1ഉം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് LP ക്ലാസ്സുകളിലേക്ക് അധ്യാപകരാകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങളൊരു ഡിഗ്രിയും അതേപോലെ DLEDും അതേപോലെ കേട്ടറ്റ് 1ഓ 2ഓ ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എവിടേക്ക് പോകാം? നിങ്ങൾക്ക് UP ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാനും പോകാം. അപ്പൊ അവിടെ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. DLEDന്റെ കൂടെ ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ പോകാം? DLED ആണെങ്കിൽ പോലും നിങ്ങൾക്ക് UP ക്ലാസ്സുകളിലേക്കും പഠിപ്പിക്കാനായിട്ട് പോകാം എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് കേട്ടറ്റ് 3 നിങ്ങൾക്കുണ്ടെങ്കിൽ കേട്ടറ്റ് 2ന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചോളുക. അപ്പൊ ഇത്തരത്തിലാണ് ഇതിനകത്തെ ഒഴിവാക്കലുകളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ പരീക്ഷ എന്താണ്, ആർക്കൊക്കെ എഴുതാം, അല്ലെങ്കിൽ പരീക്ഷയുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള എന്താണ് അതിന്റെ ഒരു നടത്തിപ്പ് വശം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത കാര്യം ഒന്ന് നോക്കിക്കേ, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത്, എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്? ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. വർഷത്തിൽ 2 തവണയാണ് കേട്ടറ്റ് പരീക്ഷ നടത്തുന്നത്. എല്ലാ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളും, ഇപ്പൊ സെറ്റ് ആയിക്കോട്ടെ, CTET ആയിക്കോട്ടെ, നെറ്റ് ആയിക്കോട്ടെ, കേട്ടറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ വർഷത്തിൽ 2 തവണയാണ് നടത്താറുള്ളത്. ഒന്നൊരു ജൂൺ സൈക്കിളും മറ്റൊന്ന് ഡിസംബർ സൈക്കിൾ അല്ലെങ്കിൽ നവംബർ സൈക്കിൾ. ഒരു മെയ് ജൂൺ മാസങ്ങളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരും,
അതിനുശേഷം ഒരു നവംബർ ഡിസംബർ സമയത്ത് അടുത്ത നോട്ടിഫിക്കേഷൻ വരും, അതിനനുസരിച്ച് പരീക്ഷകൾ നടത്താറുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വരുന്ന എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ കൊണ്ട് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ കോവിഡ് ടൈമിലൊക്കെ, പ്രളയത്തിന്റെ ടൈമിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. വർഷത്തിൽ 2 തവണയാണ് ഈ കേട്ടറ്റ് പരീക്ഷ നടത്താറുള്ളത് എന്ന് മനസ്സിലാക്കുക. ഒന്നൊരു ജൂൺ സൈക്കിൾ, മെയ് ജൂൺ സമയത്തും പിന്നെ ഒന്നൊരു നവംബർ ഡിസംബർ സമയത്തുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ കഴിഞ്ഞ ജനുവരിയിൽ നടന്ന പരീക്ഷ തന്നെ നവംബറിൽ നോട്ടിഫിക്കേഷൻ വന്നതാണ്. കുറച്ച് ലാഗ് വന്നിട്ടാണ് പരീക്ഷ ജനുവരിയിലേക്ക് മാറ്റപ്പെട്ടത്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി എപ്പോഴാണ് പരീക്ഷ നടത്തുന്നത്, എപ്പോഴാണെന്ന് മനസ്സിലായി. നമ്മൾ എങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ DLEDോ അല്ലെങ്കിൽ BEdോ നിങ്ങളുടെ അധ്യാപക പരിശീലന കോഴ്സിൽ 2ാം വർഷം പഠിക്കുന്നവരാണെങ്കിൽ, സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എലിജിബിലിറ്റി ടെസ്റ്റുകൾക്കൊക്കെ അപ്ലൈ ചെയ്യാം. കേട്ടറ്റിനും സെറ്റിനും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ കേട്ടറ്റിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ BEdന്റെയോ DLEDന്റെയോ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞാൽ മതി. പക്ഷെ ഒരു കാര്യം അവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ ഈ BEd അല്ലെങ്കിൽ DLED പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേട്ടറ്റ് എഴുതി പാസ്സായി എന്ന് തന്നെ കരുതുക. പക്ഷേ നിങ്ങൾക്ക് കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ അധ്യാപക പരിശീലന കോഴ്സ് ഉണ്ടല്ലോ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, അത് നമ്മൾ എന്ത് ചെയ്യണം, ജില്ലാതല പൊതുവിദ്യാഭ്യാസ ഓഫീസറുടെ ജില്ലാ ഓഫീസിൽ പോയി അത് അവിടെ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ഈ കേട്ടറ്റിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അല്ലാത്ത പക്ഷം നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ, കോഴ്സ് ഡ്യൂറേഷന്റെ ഇടയ്ക്കാണ് കേട്ടറ്റ് എഴുതി പാസ്സാകുന്നതെങ്കിൽ കോഴ്സ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് കേട്ടറ്റിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് അവര് തരുള്ളൂ. അതെങ്ങനെയാണെന്നൊക്കെ ഇതിനു മുൻപ് നമ്മൾ കേട്ടറ്റ് പരീക്ഷയെ കഴിഞ്ഞാൽ എന്ത് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താണ് അതിന്റെ പ്രൊസീജിയർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് എപ്പോൾ എഴുതാം പരീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർഷത്തിൽ 2 തവണ നടത്തുന്ന പരീക്ഷയാണ്. നിങ്ങൾ നിങ്ങളുടെ അധ്യാപക പരിശീലന കോഴ്സിൽ 2ാം സെമസ്റ്റർ പിന്നിട്ടവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പരീക്ഷ അപ്പോൾ മുതൽ തന്നെ എഴുതി തുടങ്ങാം. സർട്ടിഫിക്കറ്റിന്റെ കേസ് വരുമ്പോൾ മാത്രം ആ വെരിഫിക്കേഷൻ സമയത്ത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഏതിന്റെ, നമ്മുടെ BEdന്റെയോ DLEDന്റെയോ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ കേട്ടറ്റിന്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ എപ്പോഴാണ് അപേക്ഷിക്കേണ്ടത്, ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് എന്നൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇതിന്റെ ഒരു മാർക്കിംഗ് സിസ്റ്റം, അല്ലെ, ഇതിന്റെ ഒരു മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും 150 മാർക്കിനാണ് ഈ 4 കാറ്റഗറികളിലെ പരീക്ഷയും നടത്തുന്നത്. 150 മാർക്കിനാണ്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, കേട്ടറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം നമ്മുടെ PSC പരീക്ഷ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ CSIR നെറ്റ് ഒക്കെ ഉണ്ട്, ശാസ്ത്ര വിഷയങ്ങളിലേക്ക് വേണ്ട CSIR നെറ്റ് പോലുള്ള പരീക്ഷകൾക്കൊക്കെ എന്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കൊക്കെ നെഗറ്റീവ് മാർക്കുണ്ട്. പക്ഷേ കേട്ടറ്റിന് നെഗറ്റീവ് മാർക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാം. നെഗറ്റീവ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ മറ്റു പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പം നെഗറ്റീവ് മാർക്കുകൾ ഇല്ലാത്ത ഒരു പരീക്ഷയാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അതിൽ 1 മുതൽ 4 വരെയുള്ള എല്ലാ കാറ്റഗറികളിലേക്കും എന്താണ് ഈ പറയുന്ന നമ്മൾ 150 മാർക്കിന് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 150 മാർക്കില് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മാനദണ്ഡമുണ്ട്. ആ മാർക്ക് അല്ലെങ്കിൽ ആ ശതമാനം, അത്രയും ശതമാനം മാർക്ക് നമ്മൾ സ്കോർ ചെയ്താൽ നമ്മൾ ഈ പരീക്ഷ വിജയിച്ചതായിട്ട് കണക്കാക്കപ്പെടും. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ജനറൽ വിഭാഗം ആളാണെങ്കിൽ, നിങ്ങൾ ജനറൽ വിഭാഗത്തിൽ, കാറ്റഗറി ജനറൽ വിഭാഗത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 60% മാർക്ക് മതിയാകും. അതായത് 150-ൽ 90 മാർക്ക് നിങ്ങൾ നേടിയാൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ 150-ൽ 90 മാർക്ക് നിങ്ങൾ നേടിയാൽ മതി, കേട്ടറ്റ് നിങ്ങൾ പാസ്സാകും. അത് ഏത് കാറ്റഗറി ആണെങ്കിലും. ഇനി SC, ST, OBC, OEC തുടങ്ങിയ കാറ്റഗറികളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു 68% മാർക്ക് വേണ്ടി വരും. അതായത് 150-ൽ ഒരു 82 മാർക്ക്, SC, ST, OBC, OEC ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 82 മാർക്ക് മതിയാകും എന്ത് ചെയ്യാൻ, കേട്ടറ്റ് പാസ്സാകാൻ. ഇനി അതല്ല,
ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭിന്നശേഷിയിൽ പെട്ട ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% അഥവാ 75 മാർക്ക് 150ന്റെ നേർപകുതി 50% അഥവാ 75 മാർക്ക് മാത്രം നിങ്ങൾക്ക് മതിയാകും. അപ്പൊ ഇതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മൾ PSC പരീക്ഷകളൊക്കെ പോലെ വരുന്ന കട്ട് ഓഫുകളല്ല, എന്താ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചതാണ്. നമ്മുടെ സെറ്റ് പരീക്ഷയൊക്കെ പോലെ മുൻകൂട്ടി നിശ്ചയിച്ച് വെച്ചതാണ്. ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്ക് കിട്ടണം. OBC, OEC, SC, ST ഒക്കെ ആണെങ്കിൽ 82 വേണം. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവരാണെങ്കിൽ 75 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്താൽ പരീക്ഷ വിജയിക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് പഠിക്കണം അല്ലെ? കൃത്യമായിട്ട് എപ്പോഴും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പരീക്ഷ നമ്മൾ എഴുതാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ആ പരീക്ഷയുടെ നടത്തിപ്പ് രീതി എങ്ങനെയാണ്, പരീക്ഷയുടെ സിലബസ് എങ്ങനെയാണ്, എത്രയൊക്കെ മാർക്കിന് എത്രയൊക്കെ ടോപ്പിക്കുകൾ ചോദിക്കും തുടങ്ങി ഒരു പരീക്ഷയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും A to Z നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പഠനത്തിന് വേണ്ടി ഗോതയിലേക്ക് ഇറങ്ങുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ കേട്ടറ്റ് പരീക്ഷ എന്താണ്, അല്ലെങ്കിൽ കേട്ടറ്റ് പരീക്ഷ ആരൊക്കെയാണ് എഴുതുന്നത്, എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്ത് തന്നെയാണെങ്കിലും ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ ഇപ്പോൾ BEdനൊക്കെ കയറിയ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങൾ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും തുടക്കക്കാർക്കൊക്കെ ഉപയോഗപ്രദമാകുന്ന അല്ലെങ്കിൽ പ്രയോജനകരമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഇത്. നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളൊരു അധ്യാപകനാകാൻ തയ്യാറെടുക്കുന്ന ഒരാൾ ചെയ്യേണ്ടത്, കേട്ടറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമ്മൾ ഇന്ന് ഈ മാർക്കിംഗ് സിസ്റ്റത്തെ കുറിച്ച് കൂടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിനി എന്ത് വേണം? അടുത്ത പരീക്ഷ എപ്പോഴായിരിക്കും വരിക? നമുക്കൊരു അസംഷൻ ഉണ്ട്, ജൂൺ അല്ലേ? ജൂൺ 2025 അടുത്ത പരീക്ഷ നടക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും സാധ്യത എന്നല്ല, ഉറപ്പായിട്ടും ജൂണിൽ പരീക്ഷയുണ്ടാകും. ഇനിയുള്ളത് എത്ര മാസം ഉണ്ട്? നമുക്കൊരു 3-4 മാസം അല്ലെ? 4 മാസം കഷ്ടിയാണ്. ഈ സമയത്തിനുള്ളിൽ നമ്മൾ കേട്ടറ്റ് പരീക്ഷ പഠിച്ച് എഴുതണം. നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിലും ഇനി 1, 2, 3, 4, 10 തവണ എഴുതിയ ആളാണെങ്കിലും നമ്മൾക്ക് ആ പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മുടെ പഠന രീതിയിൽ പാളിച്ചകളുണ്ട്. നമ്മൾ കുറെ കൂടി അപ്ഡേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട്. കുറെ കൂടി നമ്മുടെ ഒരു ലേണിംഗ് സ്റ്റൈല്, ആ ഒരു സ്ട്രാറ്റജി നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷുവർ ആണ് അല്ലെ? അപ്പൊ നോ ഡൗട്ട് ആ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നമ്മുടെ പഠന രീതിയിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ഒരുപാട് തവണ എഴുതി നമുക്ക് വിജയത്തിലേക്ക് എത്താത്തവരാണെങ്കിലും ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവരാണെങ്കിലും നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് കേട്ടറ്റ് കാറ്റഗറി 1-2 കോഴ്സുകളിലേക്ക് പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ കോഴ്സ് ഈ ഫെബ്രുവരി 24-ന് 2025 ഫെബ്രുവരി 24-ന് നമ്മൾ ആരംഭിക്കുകയാണ്. കേട്ടറ്റ് 1-ന്റെയും 2-ന്റെയും ഏറ്റവും പുതുപുത്തൻ അടിപൊളി കോഴ്സ്. നിങ്ങൾ കേട്ടു പഴകിയ കേട്ട് ശീലിച്ച പുരാതന കാലം മുതൽക്ക് തന്നെ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളൊന്നും ഇവിടെ ഇല്ല. ഏറ്റവും പുതിയ കണ്ടന്റ്, ഹൈ ക്വാളിറ്റിയിലുള്ള കണ്ടന്റുകളും ലൈവ് ക്ലാസ്സുകളും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും മെന്റർഷിപ്പും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, എനിക്കറിയാം കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ഭൂരിഭാഗം പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പം നിങ്ങളൊന്ന് ഡീമോട്ടിവേറ്റഡ് ആയി പോകുമ്പോൾ നിങ്ങളെ വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങളെ സമാധാനിപ്പിക്കാനും പഠനത്തിന്റെ വഴിയിലേക്ക് വീണ്ടും കൊണ്ടുവരാനും ഒക്കെ നിങ്ങളെ എനർജറ്റിക് ആയിട്ട് നിർത്താൻ പറ്റിയ മെന്റർമാരും അതേപോലെ തന്നെ മോട്ടിവേഷണൽ, നമ്മുടെ അമൽ സാറിന്റെ ഒക്കെ വകയായിട്ടുള്ള മോട്ടിവേഷണൽ സെഷൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള അടിപൊളി കോഴ്സ്. പിന്നെ നമുക്കറിയാലോ, നമുക്ക് മറ്റുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പോലെ തന്നെ SCERT, NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എംഫസിസ് ഉണ്ട്. ആ എംഫസിസിനൊക്കെ അതുപോലെ കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുത്തൻ കോഴ്സ് ഇപ്പോൾ റെക്കോർഡ് ചെയ്ത് ചൂടായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന അടിപൊളി കോഴ്സാണ് കേട്ടറ്റ് 1-നും 2-നും വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്കായിട്ട് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഒന്നും ഓർത്ത് മടിച്ചു നിൽക്കണ്ട. ഒരുപാട് എഴുതി പരാജയപ്പെട്ടവരാണെങ്കിലും ഇനി എഴുതാൻ എനിക്കിനി ഒരു ബാല്യമില്ലെന്ന് കരുതുന്നവരാണെങ്കിലും ആദ്യമായിട്ട് എഴുതുന്നതിന്റെ ആശങ്കകളുള്ളവരാണെങ്കിലും ഏത് തരക്കാർക്കും ഇവിടെ സ്വാഗതമാണ്. നിങ്ങൾക്ക് കടന്നു വരാം. കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് 8281223366 എന്നുള്ള നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സ് 24-ാം തീയതി തുടങ്ങുകയാണ്.
അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ ഫീയും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലാക്കാം, ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കാം, ജൂണിലെ കേട്ടറ്റ് പരീക്ഷ നമ്മൾക്ക് നേടണം. നിങ്ങൾ BEdോ DLEdോ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സ്കൂളിന്റെ വാതിക്കൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ അവിടുത്തെ നമുക്കൊരു സർട്ടിഫിക്കറ്റ് അല്ലെ, നമുക്കൊരു ജോലിക്ക് വേണ്ടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കാൻ, ഒരു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നമുക്കുണ്ടാകണം എന്നുള്ള ഉറച്ച ബോധം എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കുക. ഇനി വരാനിരിക്കുന്ന LP UP പരീക്ഷ പോലുള്ള അവസരങ്ങൾ നമുക്ക് മുമ്പിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. മുൻകൂട്ടി തന്നെ നമുക്ക് വേണ്ട യോഗ്യതകളെ നമ്മൾ തയ്യാറാക്കി വെക്കുക. അപ്പോൾ ക്ലാസ്സിൽ നമുക്ക് ഉഷാറായിട്ട് കാണേണ്ടതാണ്. വീണ്ടും അടുത്തൊരു സെഷനിൽ കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനിൽ നമുക്ക് കാണാം. ഞാൻ പ്രതീക്ഷിക്കുകയാണ് 24-ാം തീയതി നമ്മൾ ബാച്ച് തുടങ്ങുമ്പോൾ നമ്മളൊക്കെ അവിടെ കാണുമെന്ന്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.